നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നൊക്കെയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ നമ്മളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മഞ്ചേരിക്കുള്ള് നടാൻ പോകുന്ന കാര്യം കണ്ടല്ലോ. നമ്മളിന്ന് നമ്മുടെ മഞ്ചേരിക്കുള്ളിനെ നടാൻ പോവുകയാണ്. ഇതിപ്പം 50ാമത്തെ വാഴമങ്ങാണ് കണ്ടല്ലോ. നമ്മളിപ്പം ഇവിടെ 49 എണ്ണം നട്ടിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ട 50ാമത്തെ വാഴക്കന്നാണ്. അപ്പോൾ നമ്മളിത് നടാൻ പോവാണ്. ആദ്യമൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല, അത് ഇന്നലെ ആയിരുന്നു നട്ടെ. ഇതിപ്പോൾ നമ്മളുണ്ടോ ഒരെണ്ണം മാത്രം എടുത്ത് വെച്ച് അത് നമ്മൾ നടാൻ പോവാ. ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു. ഗൈസ്, നമ്മളിവിടെ 50 കുഴി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മാത്രം എടുത്തില്ല, നമ്മൾ രണ്ടെണ്ണം കൂടെ വിളിച്ചാണ് എടുത്തത്. എനിക്കോ എന്നെ കൊണ്ട് 50 ഒന്നും പറ്റത്തില്ല. അപ്പം അത് 15 ദിവസം മുന്നെയാണ് അപ്പം ആ കുഴി എടുത്തത്. പിന്നെ കുറച്ച് അങ്ങോട്ടൊക്കെ ഞാനും എടുത്ത്, പിന്നെ ഇവിടെ അങ്കിളും എടുത്ത്, അങ്ങനെ 50 വാഴ നടാനുള്ള കുഴി നമ്മൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ കുഴിയാണ്. അപ്പോൾ നമ്മൾ ആ കുഴി എടുത്തിട്ട് ഇപ്പോൾ 15 ദിവസമായി. അപ്പോൾ അന്നേ നമ്മൾ കുമ്മായ ഇട്ട് ചെറുതാണല്ലോ, 15 ദിവസം മുമ്പ് ഇട്ട് വെച്ച കുമ്മായാണ്. മണ്ണ് കണ്ടല്ലോ, കുമ്മായ ഇട്ട് വെച്ചതാണ് 15 ദിവസം മുമ്പേ. മണ്ണൊക്കെ റെഡിയാക്കി നമ്മൾ ഇട്ടിട്ട്, അത് കുമ്മായ ഇടുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിനുള്ള മണ്ണൊന്ന് റെഡിയാക്കാനാണ്. മണ്ണിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് മാറി റെഡിയായി 15 ദിവസം കഴിയുമ്പോഴത്തേക്കും മണ്ണൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഉണ്ട് കണ്ടല്ലോ. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ചാണകപ്പൊടി ഉണ്ട്, കമ്പോസ്റ്റും ചാണകപ്പൊടിയും മിക്സ് ആയത് കേട്ടോ. ഇത് എല്ലുപൊടി ഉണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇത്ര ഇട്ടിട്ട് നമ്മൾ ഇപ്പോൾ വാഴക്കന്ന് നമ്മൾ നടും. എന്നിട്ട് പിന്നെ ഇത്ര വലിയ കുഴി എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് അല്ലാതെ കരിയില നമ്മളിവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കണ്ടല്ലോ. കരിയില അങ്ങനെ ഇട്ടിട്ട് പൊതയിട്ട് വരും. അപ്പോൾ നമുക്ക് പതിയെ വാഴക്കന്ന് വെക്കാം. നമുക്ക് ഇതിൻ്റെ ഈ തടമൊക്കെ ഒന്ന് റെഡിയാക്കാം. പിന്നെ ഈ വാഴക്കന്നതിനെ വാഴക്കന്നിനെ പരുവാക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ ചാണകത്തിയൊക്കെ മുക്കി വെച്ചിട്ടാണ് നമ്മൾ ഇത് നടുന്നതിന് മുമ്പേ. ചാണകത്തിനകത്ത് മുക്കി അത് സൂഡോമോണാസൊക്കെ ഇതാക്കി നമ്മൾ കുറേ നേരം നമ്മുടെ സൂഡോമോണാസും ചാണകപ്പാലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് മുക്കി കുറച്ച് ദിവസം വെച്ച് നമ്മൾ നട്ടയാണ് ഇവനെ. അല്ല നടന്നതാണ്. ഒക്കെയുള്ളതിന് നമ്മൾ നട്ടപ്പോൾ നമുക്ക്